ശബരിമലയിലെ സ്വർണ്ണ വിവാദം, സ്വർണ്ണപ്പാളിക, ദ്വാരപാലക, പീഠം, രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന് പീഠവുമുണ്ട്, ഒന്ന് ഈ പാളികളുമുണ്ട്. ഇവ വിജയ് മല്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനിൽ ഒരാളായിട്ടുള്ള, ഇന്ത്യയിൽ ഒരുപാട് കേസുകളിലൊക്കെ പെട്ടിരുന്ന വിജയ് മല്യ എന്ന് പറയുന്ന സ്വന്തമായി വിമാനവും, പിന്നെ അതുപോലെ തന്നെ കിങ്ഫിഷർ വിമാനവും, പിന്നെ അതുപോലെ തന്നെ മദ്യ സംവിധാനങ്ങളും, വലിയ ഒരു സാമ്രാജ്യത്തിനുടമയായിരുന്ന വിജയ് മല്യ വിദേശത്തേക്ക് കടന്നു. കേസായി, വലിയ പ്രശ്നങ്ങളൊക്കെ ആയി. എന്നാൽ പോലും ആ വിജയ് മല്യയുടെ ഒരു സംഭാവനയാണ് ഇത്രയും വിവാദത്തിലേക്ക് പോയിരിക്കുന്നത്. വിജയ് മല്യ കൊടുത്ത സ്വർണത്തിൽ 49 പവൻ സ്വർണം ചെമ്പിൽ പൂശിക്കൊടുത്തു എന്നുള്ളതാണ് ഒരു വാദം. 4 കിലോ വരുന്ന പാളിയിൽ 49 പവൻ സ്വർണം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ചെമ്പാണ് എന്നൊരു വാദമുണ്ട്. എന്നാൽ വിജയ് മല്യയെപ്പോലുള്ളൊരാൾ ചെമ്പിൽ സ്വർണം പൂശി കൊടുക്കുമോ? കാരണം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം, പിന്നെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ചെമ്പിൽ ഇങ്ങനെ പൂശി കൊടുക്കുമോ? ഇത് ചെമ്പാണോ സ്വർണമാണോ എന്നുള്ളതിനെ സംബന്ധിച്ചും തർക്കം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ തുടർന്ന് ഈ പാളി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുക്കുകയും, അങ്ങനെ കൊടുക്കാൻ ദേവസ്വം ബോർഡിന് വകുപ്പില്ലാതിരുന്നിട്ട് അതിൻ്റെ പ്രമേയത്തിൽ നിന്നൊന്നും പുറത്തു കൊണ്ട് പോകരുതെന്ന് ദേവസ്വം നിയമം ഉള്ളപ്പോൾ തന്നെ, ഈ ദേവസ്വം നിയമം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ദേവസ്വം ബോർഡ് ഒരു കത്തിലൂടെ, ഒരു ഉത്തരവ് പോലത്തെ ഒരു കത്തിലൂടെ ഉണ്ണികൃഷ്ണനെ എന്ന് പറയുന്ന പോറ്റിയെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹം തമിഴ്നാടിലെ ഒരു ഏജൻസിക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 1 മാസത്തെ ഗ്യാപ്പ് വന്നു. എടുത്തതിനും കൊടുത്തതിനും ഇടയ്ക്ക് 1 മാസത്തെ ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇത് സ്വർണ്ണപ്പാളിയായിരുന്നോ, അത് ചെമ്പ് പാളിയായി മാറിയതാണോ? വലിയ ചോദ്യമാണ് ശബരിമലയെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ പീഠമുണ്ടായിരുന്നു, ദ്വാരപാലക ഇരിക്കുന്ന പീഠമുണ്ടായിരുന്നു. ഈ പീഠം ഉണ്ണികൃഷ്ണൻ കാണാൻ കൊടുത്തിട്ടുമില്ല, പിന്നെ അത് കാണാനില്ല എന്ന് ബഹളമുണ്ടാക്കി. ഉണ്ണികൃഷ്ണൻ പരാതിയുമായി വന്നു. അതേ ഉണ്ണികൃഷ്ണൻ്റെ വെഞ്ഞാറമൂടിലുള്ള സഹോദരിയുടെ, ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരം ജില്ലയിലെ പുളിമാത്തുള്ളതാണെന്ന് തോന്നുന്നു, ഉണ്ണികൃഷ്ണൻ്റെ വെഞ്ഞാറമൂടുള്ള സഹോദരിയുടെ വീട്ടിൽ നിന്ന് എടുക്കുകയും ചെയ്തു. സഹോദരി പറഞ്ഞു, എനിക്കറിയില്ല, എൻ്റെ സഹോദരൻ കൊണ്ട് വച്ചിട്ട് പോയതാണ്, ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ അതിൽ നിരപരാധിയാണ്. എന്തായാലും അവിടെ നിന്ന് എടുത്തു. അപ്പോൾ ഇത് വളരെ ഗുരുതരമായ, വലിയ തോതിലുള്ള ഒരു പ്രശ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഒന്ന്, വിജയ് മല്യ കൊടുത്തത് സ്വർണമാണോ ചെമ്പാണോ? 2, പ്രിമൈസസിന് പുറത്ത് കൊണ്ടുപോകാൻ ആര് അനുവാദം കൊടുത്തു? 3, കൊണ്ടുപോകുമ്പോൾ ഇത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയോ? 4, ചെന്നൈയിൽ കൊണ്ടുപോകാനുള്ള കാരണം എന്ത്? 5, അവിടെ നിന്ന് എടുത്തതിന് ശേഷം 1 മാസത്തോളം ഇതെവിടെ ഇരുന്നു? 6, 7, ദ്വാരപാലക പീഠം ആരെടുത്തു? 8, എടുത്ത തന്നെ, അല്ലെങ്കിൽ അത് കിട്ടിയ ഉണ്ണികൃഷ്ണൻ പോറ്റ് തന്നെ എന്തുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് വന്നു? 9, അങ്ങനെ പരാതിയുമായി വന്നതിന് ശേഷം അത് അദ്ദേഹത്തിൻ്റെ സഹോദരി വീട്ടിൽ എന്തിന് കൊണ്ടുവച്ചു? ഇനി അവിടെ നിന്ന് വിജിലൻസ് എടുത്തു, ദേവസ്വം വിജിലൻസ് എടുത്തു. ഇനിയാണ് മറ്റു ചില കാര്യങ്ങളൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. കണക്കുകൾ സൂക്ഷിക്കുന്നത്, കാണിക്കകൾ ഒരുപാട് കോടിക്കണക്കിന് രൂപ, അല്ലെങ്കിൽ ചെറിയ ചെറിയ തുട്ടുകൾ മുതൽ വലിയ തോതിലുള്ള കാണിക്ക ലഭിക്കാറുണ്ട് അവിടെ. ഈ കാണിക്കകൾ സൂക്ഷിക്കുന്നത് ചാക്കിൽ കെട്ടിയാണ്, കാരണം ഒരുപാട് വരുന്നത് കൊണ്ടാണ്. ഇതൊന്നും കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി രജിസ്റ്ററിലും സ്റ്റോക്കിലും രേഖപ്പെടുത്തുന്നില്ല എന്നൊരു ആക്ഷേപം വളരെ ഗുരുതരമായുണ്ട്. അതുപോലെ തന്നെ കണക്കെടുക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കരൻ അവർകളെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായ കണക്കെടുക്കണം ശബരിമലയുടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. രത്നങ്ങൾ മുതൽ വൈരക്കല്ലുകൾ വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കിട്ടാറുണ്ട്. കാര്യം ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സർവസ്വവും അവൻ ചിലപ്പോൾ ദേവന്മാർക്കും ദേവിമാർക്കും സമർപ്പിച്ചെന്നിരിക്കും. അത് ദേവന്മാരും ദേവിമാരും അയ്യപ്പനെ പോലുള്ള ദൈവങ്ങളും അല്ലെങ്കിൽ വ്യക്തികളും തമ്മിലുള്ള വ്യക്തിബന്ധമാണ്. അതൊരാൾ ചിലപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചൊരു കാര്യം നേടാൻ ശ്രമിക്കും. ആ കാര്യം നേടുമ്പോൾ ഒരുപാട് സംഭാവനകൾ കൊണ്ട് കൊടുക്കും, പല കാര്യങ്ങളും ദക്ഷിണയായി കൊടുക്കും. ഇതൊരു വ്യക്തിപരമായ വിഷയമാണ്. അങ്ങനെ ശബരിമലയിൽ കോടാനുകോടി രൂപയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശില്പവും പീഠവും സ്ട്രോങ് റൂമിൽ ഇല്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു നിരീക്ഷണമാണ്. സ്വർണ്ണപ്പാളി കേസിൽ സ്പോൺസറുടെ ഇമെയിലിൽ പരാമർശിക്കുന്ന പഴയ ദ്വാരപാല ശില്പങ്ങളും പീഠവും സ്റ്റോക്ക് റൂമിൽ കണ്ടെത്താനായില്ലെന്നും വിജിലൻസ് രജിസ്റ്ററിലും ഇതിൻ്റെ രേഖകളൊന്നുമില്ല. അപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥർ വിഷയം ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കോടതി പറഞ്ഞു. പീഠങ്ങൾ സ്പോൺസറുടെ സഹോദരിയുടെ വീട്ടിൽ കണ്ടുവന്നതും ഇതിന് തെളിവാണ്. അപ്പോൾ ഉദ്യോഗസ്ഥരിലേക്കും ഈ അന്വേഷണം നീളുകയാണ്. എന്തായാലും ശബരിമലയിലെ സ്വർണം, വിജയ് മല്യ സ്വർണമാണോ കൊടുത്തത്, അതോ ചെമ്പാണോ?
ചെമ്പാണ് കൊടുത്തതെങ്കിൽ അത് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് എന്തിനാണ് നാം വിവാദമുണ്ടാക്കുന്നത്? 49 പവൻ സ്വർണ്ണമേ ഉള്ളുവെങ്കിൽ ചെമ്പ് സ്വർണം പൂശിയതാണ്. ഇനി മുഴുവൻ സ്വർണ്ണമാണെങ്കിൽ അത് ചെമ്പായത് എപ്പോൾ? ആരുടെ ഗൂഢപദ്ധതി? ഇനി ദ്വാരപാല പീഠം എങ്ങോട്ട് പോയി? ഇത്തരത്തിലുള്ള 10-15 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻറ്റും മുൻ വിജിലൻസ് കമ്മീഷണറും അതിലെ അംഗങ്ങളും മുഴുവൻ പേരും പൊതുസമൂഹത്തോട് സത്യം പറയേണ്ടതുണ്ട്. കാരണം വിഷയം അയ്യപ്പനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. കോടാനുകോടി വിശ്വാസികളുടെ മനസ്സിൽ ഉള്ള വലിയ ആരാധനാ പുരുഷനായിട്ടുള്ള അയ്യപ്പനെക്കുറിച്ചുള്ള ഈ വിവാദം ഒരു കാരണവശാലും കേവലം സ്വർണം അടിച്ചു മാറ്റൽ വിവാദമായി തീരില്ല, അങ്ങനെ അവസാനിക്കുകയും ചെയ്യില്ല.